നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒരു മാസം മുമ്പ് വരെ കേരളത്തിൽ ആക്റ്റീവായ ചില ജനവിഭാഗങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീപക്ഷവാദികളും അതുപോലെ തന്നെ സാംസ്കാരിക നായകരുമൊക്കെ ആയിരുന്നു. ഈ ഒരു മാസത്തിനിടയിൽ അവരെ ആരും കാണാനുമില്ല. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ കേരളത്തിലെ സ്ത്രീപക്ഷവാദികൾ ഉറഞ്ഞു തുള്ളുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് പറയുകയോ അതിന്റെ നിയമവശങ്ങൾ പോലും ചർച്ച ചെയ്യുകയോ ചെയ്താൽ ഉറഞ്ഞു തുള്ളുന്ന സ്ത്രീപക്ഷവാദികളെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ കൂട്ടം കൂടി ആക്രമിക്കുന്ന സ്ത്രീപക്ഷവാദികളെ നമ്മൾ കണ്ടു. അപ്പോഴും നമ്മൾ പറയുന്നു ഇവരുടെയൊക്കെ സ്ത്രീപക്ഷവാദം വെറും കപടതയാണെന്ന്. അന്നും പറഞ്ഞിരുന്നു, ഇന്നും പറയുന്നു. ഒരു മാസമായി അവരുടെ ആരുടെയും ഒരു വിവരവുമില്ല. ഇപ്പോൾ പാലക്കാട് നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫിയുടെയും ഒക്കെ സന്തത സഹചാരിയായിരുന്ന പ്രശോഭ് സി വത്സനെതിരെ ഒരു വാർത്ത കൂടി വരുന്നു. അവിടുത്തെ കൗൺസിലറാണ്. സമാനമായ രീതിയിൽ ഒരു ദളിത് യുവതിയെ പീഡിപ്പിക്കുന്നു, ജോലി വാഗ്ദാനം ചെയ്ത് പീഡനം നടത്തുന്നു. അതിനിടയിൽ പെൺകുട്ടി ഗർഭം ധരിക്കുന്നു, ഗർഭം അലസിപ്പിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുന്നു. ഇങ്ങനെ അതേ പാറ്റേണിലുള്ള കാര്യങ്ങൾ. പക്ഷേ പ്രശോഭ് സി വത്സനെതിരെ ഒരാളും ഇപ്പോൾ മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. സാധാരണഗതിയിൽ അത് കോൺഗ്രസ്സുകാരനായതുകൊണ്ട് CPM-ന്റെ സൈബർ വെട്ടിക്കിളികളും CPM-ലെ മുഴുവൻ ആൾക്കാരും CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എഴുത്തുകാരും സ്ത്രീപക്ഷവാദികളും ഒക്കെ ഉറഞ്ഞു തുള്ളേണ്ടതാണ്. സാധാരണഗതിയിൽ CPM-കാർക്ക് മാത്രമേ ചില ഇളവുകളുള്ളൂ. അവർക്ക് പീഡിപ്പിച്ചാൽ അവരുടെ തീവ്രതയൊക്കെ അളന്നു നോക്കുന്ന പതിവ് സാധാരണഗതിയിലുണ്ട്. സൈബർ വെട്ടുക്കിളി കൂട്ടങ്ങൾ മിണ്ടാതിരിക്കും. പാർട്ടിയും അവരെ വലിയ രീതിയിൽ ഉപദ്രവിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്ക് കാട്ടി വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കും. ശശിയും PK ശശിയും ഒക്കെ ഉള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്നാൽ PK ശശി ഇപ്പോൾ പുറത്തു പോയപ്പോൾ പാർട്ടി ഓഫീസിലേക്ക് ആർക്കും കയറാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു എന്ന് CPM പറയുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തിലും ഉറഞ്ഞു തുള്ളേണ്ടതാണ്. പക്ഷെ എന്താണ് കാരണമെന്നല്ലേ? തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കുന്നതിനപ്പുറത്തേക്ക് അവരുടെ പ്രശ്നം, ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ മത്സരിക്കുന്നത് ഒരു സ്ത്രീയാണ്. പ്രത്യേകിച്ച് BJP-യുടെ വനിതാ നേതാവ്. ജയിക്കാൻ സാധ്യതയുള്ള ഒരു വനിതാ നേതാവ് അവിടെ മത്സരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള പ്രതിരോധവും കോൺഗ്രസിന് ഉണ്ടാക്കരുത് എന്ന തരത്തിൽ തന്നെയാണ് CPM-ന്റെ പോക്ക്. നേരത്തെ എന്തായിരുന്നു അവിടുത്തെ DYFI-ക്കാർ? അവിടെ പലതരത്തിലുള്ള സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു. ഇപ്പോൾ പ്രശോഭ് സി വത്സനെതിരെ ആരോപണം വരുമ്പോൾ തന്നെ ഒരക്ഷരവും ഉരിയാടുന്നില്ല. പ്രശോഭ് സി വത്സനെ കാണുന്നില്ല. ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും VK ശ്രീകണ്ഠന്റെയും ഒക്കെ ഉറ്റ അനുയായി ആയിരുന്നു ഇയാളെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. VK ശ്രീകണ്ഠനെ സംബന്ധിച്ച് നമുക്കറിയാം. VK ശ്രീകണ്ഠൻ കഴിഞ്ഞ ഇടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കാണാനൊക്കെ പോയ കഥ നമുക്കറിയാം. അപ്പോൾ അവരും പുറത്തു നിർത്തുന്നു എന്ന ഭാവേന ഇങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും പ്രശോഭ് സി വത്സനെതിരെ ഒരു സമര പരിപാടി പോലും DYFI നടത്തുന്നില്ല. അപ്പോൾ DYFI-യുടെയും കേരളത്തിലെ DYFI പോട്ടെ, അത് രാഷ്ട്രീയമാണെന്ന് പറയാം, കേരളത്തിലെ സ്ത്രീപക്ഷവാദികളെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞു തുള്ളുന്ന സ്ത്രീകൾ, അവരുടെ ആ ക്രെഡിബിലിറ്റിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അവർ സ്ത്രീപക്ഷമാണോ? അല്ല, യഥാർത്ഥത്തിൽ അവർ CPM പക്ഷമാണ്. സ്ത്രീപക്ഷമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനക്കവും അനങ്ങാത്തത്. സാധാരണഗതിയിലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾ ആ മണ്ഡലത്തിൽ, അതായത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പലരുടെയും പേരിൽ സ്ത്രീപക്ഷ ആരോപണം വരുന്നു. കോൺഗ്രസിന്റെ ആരോപണം അത്തരത്തിൽ കടുത്തു നിൽക്കുമ്പോൾ തീർച്ചയായും അതിനെ വോട്ടാക്കി മാറ്റാനും അല്ലെങ്കിൽ ഒരു നിലപാടുണ്ടെങ്കിൽ അവിടെ മത്സരിക്കുന്ന സ്ത്രീ എന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കാനുമല്ലേ അവിടുത്തെ ഈ സ്ത്രീപക്ഷവാദികൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഈ സ്ത്രീപക്ഷവാദം വെറും പൊള്ളയാണ് എന്നുള്ളതാണ്. ഇനി മേലാലെങ്കിലും സ്ത്രീപക്ഷവാദം പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങുന്ന ഈ സ്ത്രീകളെ, ഏതെങ്കിലും ഒരു സെലക്റ്റീവ് സ്ത്രീപക്ഷവാദികളെ കേരളത്തിലെ പൊതുസമൂഹം ബഹിഷ്കരിക്കുക തന്നെ വേണം. അവരുടെ വാക്കുകൾക്ക് 1% പോലും വില കൽപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ സ്ത്രീ സമൂഹത്തോടാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സ്ത്രീകളോട്. നിങ്ങളുടെ മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് MLA-യും കൗൺസിലറും എല്ലാവരും സ്ത്രീ ആരോപണങ്ങളുടെ നിഴൽ നിൽക്കുമ്പോൾ, സ്ത്രീ പീഡന ആരോപണങ്ങളുടെ നിഴൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. നിങ്ങൾ തീർച്ചയായും ഇവരെ ഒരു വിളിപ്പാടകലെ തന്നെ നിർത്തണം. തീർച്ചയായും അവിടെ നിന്ന് മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കേണ്ടത് ആ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സ്ത്രീകളുടെ കടമയാണ്. അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഇടതുപക്ഷ സ്ത്രീപക്ഷവാദികൾ എന്ന് അറിയപ്പെടുന്ന കപട സ്ത്രീപക്ഷവാദികളുടെ വിജയമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോവുക.